ഹായ് എവരിവൺ, നിങ്ങളെല്ലാവരും സേഫായി സുഖമായിരിക്കുവാന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് ചിക്കൻ ചുക്കയാണ്. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പം തന്നെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടുന്നത്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള രീതിയിലാണ് ഞാൻ മുളക് പൊടി ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഞെരടിയെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ആ മസാല ചിക്കനിൽ എല്ലായിടവും നന്നായിട്ട് പുരണ്ട് വരണം. നന്നായിട്ട് പുരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടുതൽ വെച്ചാലും പ്രശ്നമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഉള്ളി വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് പുരണ്ട് വരണം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ചിക്കനിലെല്ലാം മസാല നന്നായിട്ട് പുരണ്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്രേവിയോട് കൂടിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി വരുന്ന പാട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.